ഹായ് ഫ്രണ്ട്സ്, ആകാശാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആശുമൂക്ക് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഷോർട്സിനകത്ത് കഴിഞ്ഞ ദിവസം ഫിക്സ് വന്നു. അത് കഴിഞ്ഞിട്ട് ആശുമൂക്ക് അപ്പോഴത്തേക്ക് ചുമ വന്നു കേട്ടോ. അതാ ജസ്റ്റ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഫിക്സ് വന്ന് അന്ന് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം രാവിലെ സാധാരണ പകൽ സമയത്ത് അവൾക്ക് ഫിക്സ് വരാറില്ല കേട്ടോ. കാരണം ഒന്നീ കിടക്കാൻ നേരത്ത് അല്ലെങ്കിൽ രാവിലെ ഒരു 5:30-6 മണി സമയം. പക്ഷേ കഴിഞ്ഞ വട്ടം 8:30 കഴിഞ്ഞ് 8:45 നേരം വെളുത്ത് കഴിഞ്ഞിട്ടാട്ടോ വന്നത്. അതെന്താ റീസൺ എന്നറിയില്ല. ഓരോ വട്ടം വരുന്നതും ഓരോ രീതിയിലാട്ടോ. എനിക്കറിയില്ല, ഇതിനെപ്പറ്റി തന്നെ കൂടുതൽ പഠിച്ചാൽ എന്താണെന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാധാരണ ഇത് വന്നതിന് ശേഷമുള്ള ആഫ്റ്റർനൂൺ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങണമെന്നാണ്. പക്ഷേ ആ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റില്ല. 8:30 ആയപ്പോഴത്തേക്ക് നേരമൊക്കെ വിളിച്ച് വെട്ടമൊക്കെ വന്നു തുടങ്ങിയില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞ് ഉറങ്ങിയില്ല കേട്ടോ. അപ്പോൾ അതിന് തലവേദന എന്ന് പറഞ്ഞാൽ അവൾക്ക് പറയാനറിയാത്തതുകൊണ്ട് നമ്മൾ നെറ്റിയിലിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ അവൾക്ക് തലവേദന ഇങ്ങനെ ഇടിക്കുമല്ലോ നരമ്പ്, അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ വിക്സൊക്കെ ഇട്ട് കൊടുത്ത്, പക്ഷേ പിന്നെ അവൾക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി ഇത്തിരി നേരത്തെ കിടത്തി. നേരത്തെ എന്ന് പറഞ്ഞാലും നമ്മൾ ഒരു 11:30 കിടന്നാൽ അവൾ ഉറങ്ങാൻ 12:30-1 മണിയൊക്കെ ആവും കേട്ടോ. അങ്ങനെ ഉറക്കി കിടത്തി. അപ്പോൾ രാവിലെ അങ്ങനെ ഫ്രഷായിട്ട് എഴുന്നേറ്റ് വന്നേ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ജസ്റ്റും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു എഫക്റ്റിന് ശേഷം പിറ്റേ ദിവസം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആകെ ഒരു മൂകതയായിരുന്നു കേട്ടോ. ചില ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കും, വല്ലാത്ത മൂകത, ഒന്നും ചെയ്യാനൊരു ഉത്സാഹമില്ല. പിന്നെ അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയും വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. ആകെ അവൾക്കൊരു സന്തോഷം കിട്ടുകയെന്ന് വെച്ചാൽ ആ ഒരു ടൈമാണ്. കാരണം അവൾക്ക് വേറെ ഒന്നും വീട്ടിൽ ചെയ്യാനില്ലല്ലോ. ജസ്റ്റ് ശരിക്കും അവിടെ സ്ഥാനത്ത് ഞാൻ ചിന്തിക്കുക, ശരിക്കും എനിക്ക് സങ്കടം വരാറുണ്ടോ. ഇവൾ ഒന്നീ വീൽ ചെയറിലിരുന്ന് TV കാണുക, പിന്നെ കുറച്ച് നേരം നമ്മൾ സംസാരിക്കും, അത്രയല്ലാതെ ഈ നോർമലായിട്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോവുക വരിക, അതൊന്നും കുഞ്ഞിന് പറ്റാത്തില്ലല്ലോ. അപ്പോൾ അവിടെ സ്ഥാനത്ത് അവൾക്കൊരു സന്തോഷം കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു ഫിസിയോതെറാപ്പിയാണ്. അപ്പോൾ മോൾക്ക് ഇന്ന് ഫിസിയോതെറാപ്പി വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് എന്തോ അർജൻറ്റ് എന്തോ ഇതുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അപ്പോൾ വൈകിട്ട് ഫിസിയോതെറാപ്പി ഉണ്ടെങ്കിലാണ് ചേച്ചിമാരുടെ അടുത്തോട്ട് പോകുന്നത്. അപ്പോൾ അന്ന് അച്ഛയാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞ് അവളെ കൊണ്ടുപോകാൻ, കാരണം ഇന്നലത്തെ ഒരു വിഷസങ്കടത്തിലാണല്ലോ. അപ്പോൾ അവിടെ മൈൻഡ് ഒന്ന് മാറിയിട്ട് നമുക്ക് എന്തായാലും വൈകിട്ട് അങ്ങോട്ടൊന്ന് പോയിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛയും കൊച്ചുകൂടെ അവിടെ പോയിട്ട് ചേച്ചിമാരുടെ അടുത്ത് പോയി അവളെ അവിടെ കൊണ്ടാക്കി. അപ്പോൾ അവൾ ഹാപ്പി ആയിട്ടോ. മിയാമോൾ അവിടെ ഉണ്ടല്ലോ. അവൾക്കാണെങ്കിൽ ഇപ്പോൾ 3ാം ക്ലാസ്സിലായിട്ട് ഒരുപാട് ഹോംവർക്കാണെന്നേ. കൊച്ചിനായിട്ട് ഒന്ന് എഴുതാനോ കളിക്കാനോ പിടിക്കാനോ കളിപ്പിക്കാനോ ഒന്നും സമയങ്ങൾ ഒരുപാട്. എന്നാലും അവൾ കളിക്കും, എന്നാലും ഒരുപാട് ഹോംവർക്കാണെന്നേ കുഞ്ഞിന് ഇപ്പോൾ 3ാം ക്ലാസ്സായിട്ട്. അപ്പോൾ അവിടെ കൂടി ഇരുന്ന് കുറച്ച് നേരം അവിടെ കൊണ്ടാക്കിയിട്ട് ഞാനിന്ന് തിരിച്ചു പോരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ ചോറ് വിസിലടിച്ച് വെച്ചിട്ട് അത് ഊറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സാമ്പാറും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതിന് കടുവൊന്നും വറുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സാമ്പാറും ചോറും മാത്രമല്ല. ഇവിടെ നമ്മൾ കന്നഡയിൽ പറയുന്നത് അന്ന സാമ്പാറെന്ന് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ഇവിടെ എവിടെ ഹോട്ടലിലാണെങ്കിലും ചെറിയ ചെറിയ പെട്ടിക്കടകളിലാണ് കിട്ടുന്നത് അന്ന സാമ്പാർ. അപ്പോൾ ഫിസിയോ വരുവാണെങ്കിൽ കഴിക്കാൻ എന്തുണ്ടെന്ന് അച്ഛൻ പോയി ചോദിക്കുവാണെങ്കിൽ അന്ന സാമ്പാറാന്ന് പറയാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കി ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ വിചാരിച്ചു ക്യാരറ്റും ബീൻസും മേടിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കേട്ടോ. അത് കുറേശ്ശെ ചീഞ്ഞ് പോവാറായി. വെറുതെ എന്തിനാ അതിട്ട് വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചീഞ്ഞ ഭാഗമെല്ലാം കളഞ്ഞിട്ട് അത് ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തു കേട്ടോ, തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തോരൻ വെക്കാനെല്ലാം അരിഞ്ഞു കേട്ടോ. അപ്പോൾ ആ സമയം അവളൊക്കെ ഞാൻ ജ്യൂസ് കൊടുത്ത ടൈമേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അവൾക്ക് വിശക്കുന്നു എന്ന് പറയാനൊന്നും അറിയില്ലാന്നേ. നമ്മളൊരു ടൈം ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അവൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫുഡ് കൊടുക്കാനുള്ള ആ ഒരു അത്രയും ടൈമിലാട്ടോ ഞാൻ കുക്കിങ്ങും ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത്. ശരിക്കും എനിക്ക് ക്യാമറ എവിടെ വെക്കണമെന്ന് അറിയാൻ വയ്യ കേട്ടോ, ഫോണ്. കാരണം നമ്മുടെ വാടക വീടാണല്ലോ. അപ്പോൾ ഇവിടെ കുഞ്ഞടുക്കള കേട്ടോ. മെയിനായിട്ട് ഇവിടെ എല്ലാ വീടും കുഞ്ഞു അടുക്കള കേട്ടോ. അപ്പോൾ ഇതൊരു സ്ക്വയറായിട്ടുള്ളൊരു അടുക്കള. ഇതിൽ എവിടെ ഞാൻ ഫോൺ കൊണ്ട് വെക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തത്, ഫ്രിഡ്ജിൻ്റെ മേളിൽ കൊണ്ട് വെച്ച്. കാരണം വാച്ചവർ കംപ്ലീറ്റ് ലോങ് വീഡിയോ ഇടണമല്ലോ. അതുമല്ല ലോങ് വീഡിയോ എൻ്റെ ആണെങ്കിൽ ആരും കാണുന്നുമില്ല. കാരണം ഇത്തിരി വീടും ഭംഗിയൊക്കെ ഉണ്ടെങ്കിലല്ല നിങ്ങളൊക്കെ കാണുള്ളൂ എന്നൊക്കെ എനിക്ക് അറിയാം കേട്ടോ. പക്ഷെ നമുക്കതിന് നിർവാഹമില്ലാന്നേ. എന്നെങ്കിലും നമ്മുടെ മാവും പൂക്കും എന്ന് പറയുന്ന മാതിരി എന്നെങ്കിലും എൻ്റെ വീഡിയോ കയറി പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല, ഇതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണല്ലോ. പിന്നെ നമ്മളിങ്ങനെ പ്രയത്നിക്കുക, പരിശ്രമിക്കുക, അതുമാത്രമല്ല ഉള്ളൂ. എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ കാര്യമാണെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന അവൾക്ക് കൊടുക്കുന്ന ഫിസിയോയും അവൾക്ക് കൊടുക്കുന്ന കെയറിങ്ങും അവൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമ്മളാൽ കഴിയുന്നത് ചെയ്യുക, ബാക്കിയൊക്കെ വിട്ടു കൊടുക്കുക.
അങ്ങനെ ഞാൻ എവിടെ വെക്കണം, ഫോൺ വെക്കണം എന്ന് ഒരു ഐഡിയ. ലാസ്റ്റ് ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിലെടുത്ത് വെച്ചേക്കും കേട്ടോ. ലാസ്റ്റ് നേരുമ്പോഴത്തെ ഞാൻ മുടി പോലും ഒന്നും കെട്ടിയിട്ടില്ല കേട്ടോ. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. എനിക്കറിയാം ഒരു വൃത്തികെട്ട വീഡിയോ ആണെന്ന്, പിന്നെ എനിക്ക് വേറെ വഴിയില്ല കേട്ടോ. കാരണം വീഡിയോ ഇട്ടേ വെക്കുള്ളൂ. പിന്നെ എൻ്റെ സമയം അഡ്ജസ്റ്റ് ആവണം. ശരിക്കും ഇന്ന് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. കാരണം പിന്നെ പെട്ടെന്ന് ഇന്ന് ടൈം അത്രയും കിട്ടിയല്ലോ എങ്കിൽ പിന്നെ അങ്ങ് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഇതിൽ പെട്ടെന്ന് വീഡിയോ എടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തോരൻ അടപ്പിലാക്കിയിട്ട്, കാരണം തോരൻ അടക്കയിലാക്കി പിന്നെ ചോറ് ഊറ്റിയിട്ട് അത് കഴിഞ്ഞ് സാമ്പാർ ഒന്ന് റെഡിയാക്കി കടുവൊക്കെ വറുത്തിനിട്ടതിന് ശേഷം വേണം കേട്ടോ എനിക്ക് ആകുട്ടിനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്, മമ്മ കൊടുക്കാൻ വേണ്ടി. പക്ഷേ അന്ന് ഞാൻ വിളിച്ചുകൊണ്ട് വന്നില്ല. അപ്പോൾ ചേച്ചി വിളിച്ചുകൊണ്ട് നേടി എന്തായാലും കുഞ്ഞ് സന്തോഷിച്ചിരിക്കുകയല്ലേ, നീ ചോറ് ഇങ്ങോട്ട് കൊണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു കാര്യം ചേച്ചി, ഞാൻ കുളിയും കൂടെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി കുഞ്ഞിന് ഫുഡും എടുത്തിട്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയത്. അങ്ങനെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ. എനിക്ക് ഇത്രയൊക്കെ അറിയുമെന്ന്, ഇത്രയൊക്കെ പറ്റുള്ളൂ വീഡിയോ എടുക്കാനൊക്കെ. കാരണം എനിക്ക് ടൈം അഡ്ജസ്റ്റ് ആവണം. പിന്നെ ഈ ഫോണൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വെച്ച് വീഡിയോ എടുക്കണമല്ലോ. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് പുറത്തോട്ട് നോക്കിയതാട്ടെ, നല്ല മഴക്കാറുണ്ട്.